ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ ആറ്റുകാട് വാട്ടർഫാൾസിൽ വെള്ളം കാണാനാണ് നിൽക്കുന്നത്. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, ഇന്നിവിടെ വന്നു കഴിഞ്ഞപ്പോൾ മുകളിലെ ഡാം അടച്ചിട്ടേക്കാണ്, മുകളിൽ പാലം പണി നടക്കുകയാണ്. അപ്പോൾ വെള്ളം വളരെ കുറവാണ്. മിനിഞ്ഞാന്നത്തെ ആ വലിയ മഴ കണ്ടിട്ടാണ് നമ്മളിങ്ങോട്ട് വന്നത്, ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു വീടിൻ്റെ ടെറസിലാണ്. അപ്പോൾ ഈ ടെറസിൻ്റെ മുകളിലേക്ക് നമുക്ക് കയറാനായിട്ട് 20 രൂപ വരെ ഒരാൾക്ക് വാങ്ങുന്നുണ്ട്. അപ്പോൾ എന്നിരുന്നാലും ഇവിടെ കയറി കഴിഞ്ഞാൽ ഒരു ബാൽക്കണി നിന്ന് കാണുന്ന ഒരു അടിപൊളി സെറ്റപ്പാണ്. ഇതാണ് വാട്ടർഫാൾസിൻ്റെ ഒരു ഏരിയ. ഒരുപാട് ആളുകളിവിടെ വരുന്നുണ്ട്. വന്നിട്ട് എല്ലാവരും നിരാശയോടെ മടങ്ങിപ്പോകുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടത്. കാരണം ഇത്രയും നല്ലൊരു ഭംഗിയുള്ള സ്ഥലത്ത് ഇതൊക്കെ ഉണ്ടോ, കുത്തിയൊലിച്ച് വരുന്ന വെള്ളം. ഇതെല്ലാം കയറി നമ്മൾ പോകുന്ന ആ ടീ ഗാർഡൻ എന്ന് പറഞ്ഞാൽ ടാറ്റയുടെ അണ്ടറിലുള്ളതാണ്. തൊട്ടുമുകളിലൊരു റിസോർട്ടുണ്ട്, ബ്ലാങ്കറ്റ് എന്ന് പറഞ്ഞൊരു റിസോർട്ടാണ്. അവിടെ നമുക്ക് സ്റ്റേ ഒക്കെ ചെയ്ത് നമുക്ക് ഇവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിക്കാവുന്നതാണ്. ബാൽക്കണിയൊക്കെ ഉണ്ട്. ഇവിടെ വന്ന് നല്ല ക്ലൈമറ്റുമാണ്. പിന്നെ ഈ ഒരു തേയിലത്തോട്ടങ്ങളുടെ ഇടയിലും യൂക്കാലിത്തോട്ടങ്ങളുടെ ഇടയിലൊക്കെ വരുന്ന ആ ഒരു എക്സ്പീരിയൻസ് നല്ലൊരു എക്സ്പീരിയൻസാണ്. വളഞ്ഞു പൊളഞ്ഞുള്ള വഴികളിലൂടെയൊക്കെ ഇവിടെ വരുമ്പോൾ ഈ വെള്ളം മാത്രമാണ് ഇപ്പോൾ ഒരു കുറവ് കാണുന്നത്. എന്നിരുന്നാലും നമുക്ക് നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് തരുന്നൊരു സ്ഥലമാണ്. ഇനിയിപ്പോൾ ഡാമിൻ്റെ പണി, ഡാം ഷട്ടർ അടച്ചേക്കുന്നത്, ആ പാലം പണിയൊക്കെ കഴിയുമ്പോൾ ഇത് തുറന്നു വിട്ടാലാണ് ഇവിടെ വെള്ളം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുവരേക്കും നമുക്ക് ആറ്റുകാട് വാട്ടർഫാളിൽ വെള്ളം കാണില്ല. അല്ലെങ്കിൽ നല്ല മഴക്കാലമായിരിക്കണം. മഴക്കാലത്ത് പിന്നെ എങ്ങനെയായാലും നല്ല രീതിയിൽ വരും. പിന്നെ ഈ പാറയ്ക്ക് ഉള്ളിലേക്കൊന്നും ആളുകളെ ഇറക്കി വിടില്ല, നല്ല വഴുക്കലുണ്ട്. മുകളിലാണ് ഞാൻ ഡ്രോൺ വെച്ച് ഷൂട്ട് എടുത്തിട്ടുണ്ട്. മുകളിലാണ് അതിൻ്റെ കുത്തുള്ള വെള്ളച്ചാട്ടം. അങ്ങോട്ട് ആരെയും കടത്തി വിടത്തില്ല. അവിടെ നല്ലൊരു കുത്താണ്. അപ്പോൾ അവിടുന്ന് നേരെ താഴത്തേക്ക് ഇങ്ങോട്ട് വന്നാൽ ഇവിടുത്തെ ഈ ഒരു ഭാഗങ്ങൾ മാത്രമാണ്. ഇത് ഈ കാണുന്ന ഈ ഒരു ഇരുമ്പ് പാലമാണ്. അപ്പോൾ ആ പാലത്തിൻ്റെ ഇരുമ്പല്ല, കോൺക്രീറ്റ് ആണ്. ചുറ്റും ഇരുമ്പ് കമ്പികളൊക്കെ വെച്ച് സേഫ്റ്റിക്ക് വേണ്ടി ചെയ്തു വെച്ചിരിക്കുന്ന വേലിയുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു കൈവരിയിൽ പിടിച്ച് വേണം നമ്മൾ ഇങ്ങോട്ട് വരാൻ. കൃത്യം ഒരു വണ്ടിക്ക് പോകാനുള്ളൊരു സ്പേസേ ഉള്ളൂ ഇവിടെ. തൊട്ടിവിടെ നമുക്കിവിടെ പാർക്കിംഗ് ഫെസിലിറ്റി ഒക്കെ ഉണ്ട് കയറി വരുമ്പോൾ. ഇതൊക്കെ ഉണ്ടോ. അപ്പോൾ ഈ വീടിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് മൊത്തം. എന്നിരുന്നാലും നല്ലൊരു 20 രൂപ കുഴപ്പമില്ല. പിന്നെ ഇവരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ടും കുഴപ്പമില്ല. തൊട്ട് താഴെ നമുക്ക് ചായ കാപ്പിയൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇതാണ് ആ ബ്രിഡ്ജ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളത് ആ വീട് അവിടെയാണ്. അവിടെ നിന്ന് നമ്മൾ താഴത്തേക്ക് ഇറങ്ങി. ഈ ഒരു ആറ്റുകാട് വാട്ടർഫാളെന്ന് എന്തുകൊണ്ടാണ് പേര് വന്നത് ഞാൻ ഈ കടയിലെ അക്കയോട് ചോദിച്ചു. ഒക്കെ പറഞ്ഞു തന്നത് ഇത് ചുറ്റും കാട് തന്നെയാണ്, നേരത്തെയും വനമായിരുന്നല്ലോ. അപ്പോൾ ഇതിന് നടുക്കൂടെ പോകുന്ന ഒരു വാട്ടർഫാള്, ഈ ഒരു പുഴ മുതിരപ്പുഴയാറാണ് ഈ പോകുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ആറിനിങ്ങനെ ആറ്റുകാടെന്നുള്ള പേര് കൊടുത്തത്. ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇതേ മുകളിൽ കാണുന്നതെല്ലാം ടാറ്റയുടെ ടീ ഫാക്ടറിയും തേയിലത്തോട്ടങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്കിവിടെ തൊട്ടടുത്തൊരു ബ്ലാങ്കറ്റ് എന്ന് പറഞ്ഞൊരു റിസോർട്ടും ഉണ്ട്. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ബാൽക്കണിയിലൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ ഡാം മുകളിൽ ചെക്ക് ഡാം അടച്ചതുകൊണ്ട് മാത്രമാണ് നമുക്കിവിടെ ഇതുപോലെ വെള്ളം കുറവായിട്ട് കാണുന്നത്. അപ്പോൾ അവിടുത്തെ ആ പാലം പണി കഴിഞ്ഞാൽ ചിലപ്പോൾ തുറന്നു വിടാതിരിക്കും. അന്നേരം നല്ല ഭംഗിയുള്ള കാഴ്ചയാണ്. ഇപ്പോൾ മഴക്കാലത്ത്, അല്ലെങ്കിൽ നമ്മൾ മഴക്കാലത്ത് വരണം. മഴക്കാലത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇത് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്നതായിട്ട് കാണാം. അപ്പോൾ ഇതുപോലെ മറ്റു വീഡിയോസും നമ്മൾ കണ്ടാണ്. അങ്ങനെയാണ് ഇവിടെ എത്തിയത്. ഇപ്പോൾ ഈ മുതിരപ്പുഴയാറാണ് ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നുള്ള വെള്ളമാണ് നമ്മുടെ റിപ്പിൾ വാട്ടർഫാൾസിലേക്ക് പോകണം. അവിടെ ചെല്ലുമ്പോഴും വെള്ളമില്ലാത്തതിന് കാരണം ഇതാണ്. ഇപ്പോൾ മൂന്നാർ ആ പാലം പണി നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ആ ഒരു നല്ല കാഴ്ചകൾ ഇപ്പോൾ ഇവിടുന്ന് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോകട്ടോ.